ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗണിയാണ്. എഗ്ഗ് ചേർക്കാത്തത് കൊണ്ട് തന്നെ വെജീസിനും ഇത് ട്രൈ ചെയ്യാം. അതുപോലെ ഇത് നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിൽ 2 സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. സാധാരണ ചോക്ലേറ്റ് ബ്രൗണിയിൽ യൂസ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, പക്ഷെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ. ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം പൊടിച്ച ബ്രൗൺ ഷുഗർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പഞ്ചസാര എടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലോ ബട്ടറോ നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ മുട്ടയ്ക്ക് പകരം എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ 2 മുട്ട എടുത്താൽ മതിയാവും. ഇനി ഞാൻ 3 സ്പൂണോളം കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ലൈറ്റ് കളർ കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടുന്നതായിരിക്കും ചോക്ലേറ്റ് ബ്രൗണിക്ക്. ഇനി ഞാനൊരു 1/4 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ചായിട്ട് അരിപ്പയിലിട്ട് കൊടുത്തിട്ടാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു 3 സ്റ്റെപ്പായിട്ട് നമ്മൾ മൈദ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചൊരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ട്രേയിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത് ഓവനിലല്ല, നമ്മൾ സാധാരണ ഒരു അടിക്കട്ടിയുള്ളൊരു നല്ലൊരു അലുമിനിയം പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ശേഷം ഈ പാത്രം ഇറക്കി വെച്ച് കൊടുത്ത് ഒരു 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സോ ചോക്ലേറ്റോ ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ചൂടൊന്ന് അല്പം ആറി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഒക്കെ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.